അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ശംസുലുലമയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സുൽത്താനുലമ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട്, മഹാനായ മടവൂര് CM റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള പ്രേക്ഷകരെ, കുരുവട്ടൂരികളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. സമസ്ത ഏതൊക്കെ പിഴച്ച വിഭാഗത്തിന് പുറത്താക്കിയിട്ടുണ്ടോ അവരെയൊക്കെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് കുരുവട്ടൂരികളുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെ സമസ്ത പിഴച്ച ആളുകളാണ് എന്ന് പറഞ്ഞ വടിത്തങ്ങൾ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ മടവൂർ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിനെ കൂട്ടുപിടിക്കുകയും അവരുടെ പരിപാടികളിലൊക്കെ കൊണ്ടുവരികയും കൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മടവൂർ കോട്ടയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള ജമിയത്തുൽ ഉലമ മുമ്പ് പിഴച്ചതായതുകൊണ്ട് പുറത്താക്കിയ കക്കാട് മുഹമ്മദ് വൈസിയെ അവരവിടെ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കക്കാട് മുഹമ്മദ് വൈസിയെ അവരുടെ പരിപാടിയിൽ കൊണ്ടുവരാൻ ഫാത്തിഹ ഓതി ഇപ്പോൾ കക്കാട് വൈസിയെ ആ സ്റ്റേജിൽ നിന്ന് ഇറക്കി ഓടിക്കാൻ വേണ്ടിയിട്ട് യാസീൻ ഓതുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിൽ വന്നിട്ട് കുരുവട്ടൂരികളടക്കമുള്ള മുഴുവൻ പേച്ചവരെയും നല്ല അസലായിട്ട് അങ്ങോട്ട് കൊട്ടി കക്കാട് മുഹമ്മദ് ഫൈസി. അവർ വിചാരിച്ചത് ഈ കക്കാടിനെ കൊണ്ടുവന്നാൽ കക്കാടും അവിടെ വന്നിട്ട് പണ്ഡിതന്മാരുടെ വച്ച ഇറച്ചി തിന്നുമെന്നാണ്. അദ്ദേഹത്തിന് തരീക്കത്തുമായി ബന്ധപ്പെട്ട് ചില പേവുകൾ സംഭവിക്കുകയും അദ്ദേഹം പുറത്തു ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ബഹുവന്യരായ കാന്തപുരം ഉസ്താദിനെയോ അതല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെയോ പച്ചമാംസം തിന്നാൻ ഇന്ന് വരെ കക്കാട് മുഹമ്മദ് ഫൈസി തുനിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുതന്നെ അദ്ദേഹത്തിന് സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റ് ചില സംഘടനകൾ കൊണ്ടുപോയപ്പോൾ പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളാരെങ്കിലും കാന്തപുരം ഉസ്താദിനെ ഞാൻ തെറി പറയുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ വന്നത് എങ്കിൽ അത് എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ വായിൽ നിന്നോ വരില്ല എന്ന് പറഞ്ഞ നല്ല ഒരു വ്യക്തിത്വമാണ് കക്കാട് മുഹമ്മദ് ഫൈസി. അദ്ദേഹത്തിനെ ഇന്നലെ അവരുടെ പരിപാടിക്ക് കാസർഗോഡ് ജില്ലയിലെ ഈ വടിത്തങ്ങളുടെ മടവൂർ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരികയും അവരുടെ സ്റ്റേജിൽ വെച്ചിട്ട് ഈ കക്കാട് മുഹമ്മദ് ഫൈസി കുരുവട്ടൂരികളായ മൈക്കകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചത്തോന്നിവാസത്തിനെയും പരസ്യമായിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുരുവട്ടൂരികളുടെ കൂട്ടത്തിലുള്ള നൗഷാദ് പറയുന്നതും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേൾക്കാം. നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് ലഭിച്ചാൽ, അങ്ങനെ തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക. ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് സയ്യിദി യഹ്യൽ ബുഖാരി തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇവിടത്തെ സന്തോഷത്തിന്റെ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ ആത്മശാന്തിയുടെ സനാതന വെളിച്ചത്തിൽ ഉപദേശിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ അമീറന്മാരെ നാം ബഹുമാനിക്കുക. അനുസരണ രാഹിത്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ താക്കീത് ചെയ്തത് ഇങ്ങനെയാണ്: മൻ റആ മിൻ അമീരിഹി ശൈഅൻ യക്റഹു ഫൽയസ്ബിർ അലൈഹി ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅത ശൈഅൻ അഫമാത ഇല്ലാ മാത മൈതതൻ ജാഹിലിയ. സ്വഹീഹുൽ ബുഖാരി. വല്ലവനും തന്റെ അമീറിന്റെ പക്കൽ നിന്ന് അതൃപ്തികരമായ വല്ലതും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ. എന്തുകൊണ്ടെന്നാൽ ഒരുത്തൻ സംഘടനയിൽ നിന്നും ഒരു ചാൺ വേർപെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും. ഇത് മലയാളികളെ മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി അവർ എത്രത്തോളം വിഷമിക്കുന്നു, അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ പൊറുതികേടുകൾ ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ. എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം അഹ്ലുസുന്നയുടെ നേതൃത്വഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക. അത്തരം അഹ്ലുസുന്നയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവ്വം വർത്തിക്കുക. ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത്. പോലും നമുക്കിന്ന് കഴിയുന്നില്ല. കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ അഹ്ലുസുന്ന എന്ന് പറയുന്നവരാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പാളിപ്പോവുകയാണ്. ഇതാണ് ലോകം നമ്മളിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? യാ ഫാജിർ എന്ന വിളി കേട്ടപ്പോ മറുപടി ജസാക്കല്ലാഹു ഖൈറ. അപ്പോഴും മറ്റോന്റെ മറുപടി യാ മുനാഫിഖ്. ഇന്ത്യയൊക്കെ മുഖത്ത് നോക്കിയ ഒരാൾ യാ മുനാഫിഖ് എന്ന് വിളിച്ചു നോക്കണ്ടേ? സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ കറക്റ്റ്. നിഫാഖിന്റെ എന്തെല്ലാം ദുസ്വഭാവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെയൊക്കെ യാ മുനാഫിഖ് എന്നൊരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? ഞാനിതൊക്കെ ഇന്നിവിടെ പറയാൻ കാരണം
സയ്യിദി യഹ്യൽ ബുഖാരി തങ്ങൾ ആൺകുട്ടിയാണ്. സയ്യിദി അബുൽ ഹസൻ ഷാദിലിയുടെ ആ പാരമ്പര്യ പൈതൃക പരിശുദ്ധി സംസാരത്തിലുടനീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും. ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക. അഹ്ലുസുന്നയുടെ ആദർശ മാർഗത്തിൽ മഹാന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ അലി സൈനുൽ ആബിദീൻ തങ്ങളോട് ഈ എതിരാളിയായ ചീത്ത മനുഷ്യൻ കുരുവട്ടൂരികളെ മുമ്പിലിരുത്തിയിട്ടാണ് കക്കാടി ഈ വേദ പറഞ്ഞു കൊടുക്കണത്. നൗഷാദാണെങ്കിലോ ഇന്ന് കോട്ടയിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് പൊട്ടിച്ചണം, ചെറു പറയണം, പരിഹസിക്കണം, തമ്മാടിത്തരം പറയണം എന്നൊക്കെ കരുതി ചെന്നതാ. പക്ഷെ കക്കാടിന്റെ ഈ പ്രസംഗം, ഈ ഉപദേശം, തസവുഫും ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കേട്ടപ്പം നൗഷാദിന്റെ പ്രസംഗം ആകെ പൊടുത്തം വിട്ട്. നൗഷാദ് പിന്നെ എന്താ ഡാഷ് പോയ അണ്ണാന്റെ മാതിരി എന്നറിയില്ലേ, ആ പറഞ്ഞ മാതിരിയാണ് നൗഷാദിന്റെ പ്രസംഗം പിന്നെ പോയത്. കാരണം കക്കാട് സ്റ്റേജ് മേരിക്കുണ്ട്. ഇനിയിപ്പോ ഈ കക്കാട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇനിയിപ്പോ എങ്ങനെയത് പറയാം? എന്നാലും കക്കാട് പറഞ്ഞതിനെ തിരുത്താൻ വേണ്ടി മൂപ്പർ നോക്കുന്നുണ്ട്, മറുപടി പറയാനൊക്കെ നോക്കണ്ട. പക്ഷെ ഒടുക്കത്തിനില്ല, ഏച്ചൂട്ടിയിട്ട് കണ്ട് കൂടുന്നില്ല. സാധാരണഗതിയിൽ നൗഷാദിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാല് ആ പൊട്ടന്മാരായ അന്തംഗമ്മികളായ ഒരു 10-12 എണ്ണം മുമ്പിലുണ്ടാവില്ല, ഐറ്റങ്ങളോട് ഇങ്ങനെ ആർത്ത് വിളിച്ചാലല്ലേ. ഇത് പുറത്ത് വേറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവന് പ്രസംഗം തൊട്ട് ലെവലാകണില്ല, എന്തൊക്കെ പറയണ്ടതെന്ന് തന്നെ ഈ ചങ്ങായിക്ക് തിരിയണില്ല. ആ കോലത്തിലാണ് മടവൂർ കോട്ടയിലെ പ്രസംഗമൊക്കെ പോയത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോഴി കോട്ടുവായിട്ട മാതിരിയായി കോട്ടയിലെ പ്രസംഗങ്ങൾ പറഞ്ഞില്ലേ, ആകെ അരപ്പായി ഒട്ടൂരാണ്. മഹാന്മാരായ സൂഫിയാക്കളുടെ സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത്. തസവ്വുഫിന് നല്ലത്, ത്വരീഖത്തിന് നല്ലത്, ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത്. സയ്യിദി അലി സൈനുൽ ആബിദീൻ പറഞ്ഞു, ലഖദ് അഖ്ബർതനി അൻ സലാസി സിഫാത്ത്. എന്ത് സംഭവിക്കും? നിന്നോട് ശത്രുത വെച്ച് നിന്നെ കുറ്റം പറഞ്ഞ് എതിർത്ത് നടക്കുന്ന ആളുകൾ പോലും അവരുടെ കൽവകം തണുക്കും, നിന്റെ ആത്മമിത്രമായി അവർ മാറും. പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല. ഇത് ഈശ്വരീയമായ റബ്ബാനിയായ ഒരു തൗഫീഖ് കിട്ടണം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. അതിന് മലയാള പരിഭാഷ ഒന്നും പോരാ. വിലായത്തിന്റെ അത്യുന്നത മഖാമുകളിൽ വിരാജിക്കുന്ന മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു തൗഫീഖ്. ഇത് ഇവിടെ പറയാൻ മനസ്സ് വന്നത്, വെമ്പൽ കൊണ്ടത് ഇന്ന് മലീമസമാണ്. ഇസ്ലാമിക സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉന്നതമായ പാഠങ്ങൾ ഇതാണ് നാം ലോകത്തിന് സമ്മാനിക്കേണ്ടത്. അത്രേ പറയുന്നുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം കക്കാട് ലാസ്റ്റ് പറഞ്ഞപ്പോ എന്താ, കുരുവട്ടൂരികൾക്ക് ഇതിന് തൗഫീഖില്ല എന്നാ. ഇതിനൊക്കെ ഒരു തൗഫീഖ് ഉണ്ട്, ഈശ്വരീയമായ റബ്ബാനിയായ ഒരു തൗഫീഖ് കിട്ടാണ്ട്. വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം എന്ന് പറഞ്ഞിട്ട് വട്ടൂരികൾക്ക് അതിന് തൗഫീഖില്ല. അതിന് സ്വഭാവശുദ്ധി വേണം, സ്വഭാവം നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കക്കാടിച്ചകളിട്ടാണ് ആകെ കണ്ടിട്ട് ചാമ്പി തേച്ചൊട്ടിച്ചിക്ക. എന്താ ഇതിനൊക്കെ പറയാ, വലിയ സംഭവമായിട്ട് ഉസാറായിട്ട് പോയതേനി. എന്നിട്ട് മറ്റേ നമ്മളെ അബൂസഫി കക്കാടിന്റെ തന്നെ ഇരുന്ന് ദമ്മിലൊക്കെ ഇരുന്ന. പക്ഷെ കക്കാടിന്റെ പ്രസംഗം തുടങ്ങിയോട് കൂടി ഇഞ്ചി കടിച്ച അണ്ണാന്റെ മാതിരി ആയി എന്നറിയില്ല. എന്താ ഇതിനൊക്കെ പറയാ, ഇറ്റകൾ എവിടെ ചെന്നാലും ഇങ്ങനായി അരപ്പായി പോകണല്ലോ. അത് തസവുഫിന്റെ വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ, അതാണ് അതിന്റെ മർമ്മം. കാരണം തസവുഫ് എന്ന് പറയുന്നത് അത് ഖുർആനിന്റെയും ഹദീസിന്റെയും മശായിഖുമാരുടെയും വഴിയാണ്. ആ വഴിയാണ് മഹാനരായ യഹ്യൽ ബുഖാരി തങ്ങളും ഇവിടെ ഏത് കാലത്തും ഇന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ യഹ്യൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയുമൊക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുകൂടി അംഗീകരിക്കുന്ന ശൈലി, അതാണ് നമ്മുടെ മജ്‌ലിസിൽ നമുക്ക് കേൾക്കാൻ അഭിഖ്യാമം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്യൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരെ വേദിയൊക്കെ ആകുമ്പോ നല്ലോണം തെറി പറയണം എന്ന് വിചാരിച്ചു വന്നേനി. എന്താ ചെയ്യാ, ഈ കക്കാട് ആകെ പറ്റിച്ച്. പണ്ട് അമ്പലക്കടവ് പറഞ്ഞ മാതിരി ആകെ പറ്റിച്ച് പ്രസംഗിച്ചിട്ട് ആകണില്ല. കക്കാട് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ടെന്ന് ഉസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട. പരിശുദ്ധ ദീനിനെതിരിൽ ആര് പറഞ്ഞാലും ഒരു അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം. കക്കാട് ആ പറഞ്ഞ കുരുവട്ടൂരികളെ ഉദ്ദേശിച്ച് തന്നെയാണ്, പ്രത്യേകിച്ച് അബൂസഫീനും കുഞ്ഞാമീനെയും തെന്റുമോനും ഉദ്ദേശിച്ച് തന്നെയാണ്. എന്റെ മൊബൈലിങ്ങനെ കടന്ന് ഉരുളാൻ നോക്കുക. ഇതൊക്കെ കക്കാട് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഈ പരിഹാസങ്ങളും തെറി പറയലും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും പരിഹസിക്കലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കക്കാട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ കിട്ടിയപ്പോൾ വേണ്ടതുപോലെ നിങ്ങളെ കൈകാര്യം ചെയ്തു കക്കാട്. എന്നിട്ട് മൂപ്പര് പിന്നെ വ്യക്തിപരമായതല്ലാത്ത എന്താണ് അബൂസഫിയ നിങ്ങൾ പറയലുള്ളത്? ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ടല്ലേ ആക്ഷേപിക്കല്. ബഹുമാനപ്പെട്ട ഹക്കീം അസീൽ ഉസ്താൻ എന്താ പറയല്? ബിസിനസ്മാനും
പൊന്മള ഉസ്താദ് സംസാരിക്കുന്ന സംസാരത്തിനെ വരെ എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞിനി കളിയാക്കിയിട്ട്. പേരോട് ഉസ്താദിന് വ്യക്തിപരമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, എന്താ പഞ്ഞിപ്പോ ചകമാരെ കഥ. മഹാന്മാരായ സൂഫിയാക്കളുടെ സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത്. തസവ്വുഫിന് നല്ലത്, ത്വരീഖത്തിന് നല്ലത്, ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത്. സയ്യിദ് അലി സൈനുൽ ആബിദീൻ പറഞ്ഞു, ലഖദ് അഖ്ബർതനി അൻ സലാസി സിഫാത്ത്. കുരുവട്ടൂരികൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വൃത്തികേടുകളെ പരസ്യമായി എതിർത്ത കക്കാട് മുഹമ്മദ് ഫൈസിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.